അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മദീന മുനവ്വറ എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ എന്താണ്? മനോഹരമായ ഒരു പച്ചക്കുബ്ബ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള ആ ഒരു പച്ചക്കുബ്ബ സഹാബത്തിന്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തൊന്നുമില്ല. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഖബർ ഷരീഫിന് മുമ്പിൽ കുബ്ബ നിർമ്മിച്ച ആളുടെ മക്ബറയാണ് എന്റെ പിന്നിൽ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു മക്ബറയുടെ മുമ്പിലാണ്. മക്ബറ എന്ന് പറയാൻ പറ്റില്ല, മക്ബറയുണ്ട്, പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള മുജമ്മൽ ഖലാവൂൻ എന്ന് പറയുന്ന ഒരു സമുച്ചയത്തിൻ്റെ മുമ്പിലാണ്. പറയപ്പെടുന്നത് താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരവും ഏറ്റവും വലിപ്പം കൂടിയിട്ടുള്ള ഒരു മക്ബറ ഇതാണ് എന്ന് പറയപ്പെടുന്നു. പുറംഭാഗത്തും അകംഭാഗത്തും ഒക്കെ അതിഗംഭീരമായ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ട്, ഒരു പക്ഷേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും താജ്മഹൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും. അത്രയും ഗംഭീരമായ മനോഹരമായിട്ടുള്ള ഒരു മക്ബറയാണ്. ഈജിപ്ത് ഭരിച്ചിരുന്ന മമാലിക്കുകൾ എന്ന് പറയുന്ന അടിമ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്ന മൻസൂർ സൈഫുദ്ദീൻ അൽ ഖലാവൂൻ അൽ അൽഫി എന്ന് പറയുന്ന രാജാവിൻ്റെ മക്ബറയാണിത്. ഇദ്ദേഹമാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൻ്റെ മുകളിൽ മരം കൊണ്ടുള്ള ഒരു കുബ്ബ നിർമ്മിച്ചതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളി ഒരു തീപിടുത്തം ഉണ്ടാവുകയും അത് നശിച്ച സമയത്ത് അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൊടുക്കുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് നമ്മൾ കാണുന്ന പച്ചക്കുബ്ബയുടെ ആദ്യ രൂപമായ മരത്തിൻ്റെ കുബ്ബ നിർമ്മിച്ചത് എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ചും പച്ചക്കുബ്ബയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം.